നമസ്കാരം. ഇറാൻ അമേരിക്ക ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനായുള്ള പുതിയ നിലപാടുകൾ ഇറാൻ അമേരിക്കയെ അറിയിച്ചു. മധ്യസ്ഥരായ പാകിസ്ഥാൻ വഴിയാണ് ഇറാൻ തങ്ങളുടെ ഔദ്യോഗിക രേഖ കൈമാറിയിരിക്കുന്നത്. നിലനിൽക്കുന്ന കടുത്ത സംഘർഷങ്ങൾക്കിടയിലും നയതന്ത്ര ചർച്ചകൾക്കുള്ള വാതിലുകൾ പൂർണ്ണമായും അടഞ്ഞിട്ടില്ല എന്നാണ് ഈ നീക്കം വ്യക്തമാക്കുന്നത്. ആദ്യം യുദ്ധം നിർത്തുക, ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകുക, ഉപരോധങ്ങൾ പിൻവലിക്കുക എന്നിവയ്ക്കു ശേഷം മാത്രം ആണവ ചർച്ചകൾ എന്നതായിരുന്നു ഇറാന്റെ മുൻ നിലപാട്. എന്നാൽ പുതിയ രേഖയിൽ ആണവ വിഷയത്തിൽ ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതേസമയം കീഴടങ്ങലിന് തയ്യാറല്ല എന്ന് ഇറാൻ പ്രസിഡന്റ് ആവർത്തിച്ചു വ്യക്തമാക്കിയിട്ടുണ്ട്. നയതന്ത്ര നീക്കങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇറാൻ ആക്രമണങ്ങൾ തുടരുകയാണ്. എന്തായാലും UAE, കുവൈറ്റ് എന്നിവിടങ്ങൾക്ക് നേരെയും ഖത്തർ തീരത്തിന് സമീപമുള്ള കപ്പലിന് നേരെയും ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിൽ ചെറു മുങ്ങിക്കപ്പലുകൾ വിന്യസിക്കാൻ ഇറാൻ നീക്കം ആരംഭിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഹോർമൂസ് തുറക്കാനുള്ള ബഹ്റൈൻ GCC സംയുക്ത പ്രമേയത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കു നേരെ കടുത്ത ഭീഷണിയാണ് ഇറാൻ ഉയർത്തുന്നത്. പ്രമേയത്തെ പിന്തുണയ്ക്കുന്നവർക്ക് മുന്നിൽ കടലിടുക്ക് എന്നേക്കുമായി അടയ്ക്കുമെന്നാണ് ഇറാന്റെ വക മുന്നറിയിപ്പ്. മേഖലയിലെ ഇന്റർനെറ്റ് കേബിളുകളുടെ നിയന്ത്രണം ഇറാൻ ഏറ്റെടുത്തേക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഇറാന്റെ സൈനിക ശേഷിയെ സഹായിക്കുന്ന കമ്പനികൾക്ക് നേരെ അമേരിക്ക ഉപരോധം കടുപ്പിച്ചു. യുദ്ധസമയത്ത് ഇറാനെ കൃത്യമായ സാറ്റലൈറ്റ് ചിത്രങ്ങൾ നൽകിയ 3 ചൈനീസ് കമ്പനികൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് അമേരിക്ക നിലവിൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇറാന്റെ ഡ്രോൺ മിസൈൽ പദ്ധതികളെ സഹായിക്കുന്ന 10ഓളം കമ്പനികൾക്കെതിരെ കൂടി ഉടൻ നടപടിയുണ്ടാകും. എന്തായാലും സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി ഖത്തർ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇറാനുമായി ചർച്ചകൾ നടത്തി വരികയാണ്. അതേസമയം പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷത്തിന് അയവ് വരുത്തുന്നതിനായുള്ള ഇറാന്റെ ശ്രമങ്ങളെ വില കുറച്ച് കാണുന്ന നിലപാടുമായി എത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാൻ US മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശങ്ങളോടുള്ള ഇറാന്റെ മറുപടി തികച്ചും അസ്വീകാര്യമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ പക്ഷം. ഇറാന്റെ പ്രതികരണം വായിച്ചു എന്നും അത് തനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് ട്രംപിന്റെ നയം. ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം എത്തിയത്. US മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്ക് ചർച്ചകളിൽ മധ്യസ്ഥരായ പാകിസ്ഥാൻ വഴിയാണ് ഇറാൻ മറുപടി നൽകിയത്. ഇറാന്റെ പ്രതിനിധികൾ എന്ന് വിളിക്കപ്പെടുന്നവരുടെ പ്രതികരണം വായിച്ചു. എനിക്കത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, തികച്ചും അത് അസ്വീകാര്യമാണെന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ഇറാന്റെ മറുപടിയിലെ വിശദാംശങ്ങൾ ട്രംപ് വെളിപ്പെടുത്തിയിട്ടില്ല. അതേസമയം ഇറാന്റെ പ്രതികരണം ലഭിച്ചതിന് പിന്നാലെ ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഫോണിൽ ചർച്ച നടത്തി. ഇറാനിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം എടുത്തുമാറ്റാതെ യുദ്ധം അവസാനിക്കില്ല എന്ന് ഇതിനു മുമ്പായി നെതന്യാഹു പറഞ്ഞിരുന്നു. യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ഇനിയും തകർക്കാനുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ അഭിപ്രായം തന്നെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുമുള്ളതെന്നും നെതന്യാഹു അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ യുറേനിയം നീക്കം ചെയ്യുന്നതടക്കമുള്ള US നിർദ്ദേശങ്ങൾ ഇറാൻ തള്ളിയതായാണ് വിവരം. നാവിക ഉപരോധം നീക്കണമെന്നും മരവിപ്പിച്ച ആസ്തികൾ 30 ദിവസത്തിനുള്ളിൽ വിട്ടു നൽകണമെന്നുള്ള ഇറാന്റെ മറുപടിയിൽ ഉണ്ട് എന്ന് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാന്റെ മറുപടി തികച്ചും അസ്വീകാര്യമാണ് എന്ന് ട്രംപ് വ്യക്തമാക്കിയ സ്ഥിതിക്ക് വെടിനിർത്തൽ അവസാനിപ്പിക്കുമോ എന്നത് സംബന്ധിച്ച ആശങ്ക ഉയരുന്നുണ്ട്. ട്രൂത്ത് സോഷ്യലിലെ മറ്റൊരു പോസ്റ്റിൽ ട്രംപ് ഇറാന് നേരെ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. 47 വർഷമായി ഇറാൻ കളിയാക്കുകയാണ് എന്ന് പറഞ്ഞ ട്രംപ് ഇനി അവർ ചിരിക്കില്ലെന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്താവും കാര്യങ്ങളെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം.